നമസ്കാരം ചങ്ങാതിമാരെ. IPC പിളർപ്പിലേക്ക് എന്ന വീഡിയോ ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തപ്പോൾ കമൻറ്റ് വന്നത് അത് ജോളിയുടെ സ്വപ്നം എന്നായിരുന്നു. ഇതാ ഒരു ലേറ്റസ്റ്റ് വാർത്തയാണ് ഇന്നത്തെ വീഡിയോ. IPC എന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ കേരള ഘടകം പിളർന്നു. ഒരേ സമയം 2 കമ്മിറ്റികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്ന് പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ കമ്മിറ്റി. അടുത്തത് പാസ്റ്റർ KC തോമസ് പ്രസിഡൻ്റായ മറ്റൊരു കമ്മിറ്റി അടുത്ത് തന്നെ പിറവിയെടുത്തു. വിശ്വാസികൾ വെട്ടിലായി. പാസ്റ്റർമാർക്ക് ആകെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന സിനിമാ ഗാനം പാടിക്കൊണ്ട് 2 ചേരികളിലും പാവങ്ങൾ കയറി ഇറങ്ങുന്നു. കർത്താവ് പറഞ്ഞ പോലെ ഒരുത്തനെ കൈക്കൊണ്ടും മറ്റവനെ തള്ളിക്കളഞ്ഞാൽ ട്രാൻസ്ഫർ സമയത്ത് ആളും അനക്കവുമില്ലാത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു കുറുക്കൻ മൂലയിലേക്കാവും അവരെ പറപ്പിക്കുക. 2 ഗ്രൂപ്പും പത്രസമ്മേളനവും വാർത്തയും പരസ്യപ്പെടുത്തി പൊതുജനമധ്യത്തിൽ. ഇതിനെയല്ലേ ചങ്ങാതിമാരെ പിളർപ്പെന്ന് പറയുന്നത്? ഒറ്റ വീട്ടിൽ തന്നെ 2 അടുക്കളയിൽ വയ്പും കുടിയും. ആരും നിയന്ത്രിക്കാനില്ലാതെ കെട്ടഴിഞ്ഞ് സഭകളും വിശ്വാസികളും. ഒരു ഗ്രൂപ്പ് പറയുന്നു ഞങ്ങൾ വത്സൻ്റെ ചേരി, മറ്റവർ പറയുന്നു ഞങ്ങൾ KC തോമസിൻ്റെ പക്ഷം. വിശ്വാസികളിൽ കുറച്ച് ബോധമുള്ളവർ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷം എന്ന് പറയുന്നു. ഇതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ പറഞ്ഞത്. പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പോകുന്നു. ഇതാ വചനം ഞാൻ കൊടുത്തിട്ടുണ്ട്. കുമ്പനാട് കൺവെൻഷനിൽ ഇത്തവണ വടംവലി മത്സരം നടത്തണം. കയറിൻ്റെ അങ്ങേയറ്റത്ത് വത്സൻ പാസ്റ്ററും കൂട്ടരും, ഇങ്ങേയറ്റത്ത് KC തോമസ് പാസ്റ്ററും സംഘവും, നടുക്ക് റഫറിയായി യേശു കർത്താവ് നിൽക്കട്ടെ എന്ന് കാണികളായ വിശ്വാസികൾ പ്രാർത്ഥിക്കുക. അവരുടെ ദശാംശം കൊടുത്തിട്ടാണല്ലോ ഈ കുന്തളിപ്പ്. സ്വന്തം സഭയിലെ ശുശ്രൂഷകരെ മാത്രം കാത്തുപോറ്റുക, ഒരു പൈസ നേതൃത്വത്തിലേക്ക് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചാൽ ഇവറ്റകൾ വടം മടക്കി മര്യാദ പഠിക്കും. IPC വിശ്വാസി സമൂഹമേ, നിങ്ങളാണ് ഈ സഭയെ പിളർത്തിയത്. നിങ്ങളുടെ പണത്തിൽ കൊഴുത്ത നേതാക്കളാണ് ഈ നുളയ്ക്കുന്നത്. സഭ ഇങ്ങനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ നേതാക്കൾക്ക് കേസ് നടത്താനും പത്രസമ്മേളനം നടത്താനും നമ്മൾക്ക് ദൈവം തന്ന സാമ്പത്തികം നൽകി സഹായിച്ചാൽ ദൈവത്തോട് കണക്കു പറയേണ്ടി വരും. നന്നായി സാധുക്കളെ പോറ്റുന്ന ഏതെങ്കിലും അനാഥ കേന്ദ്രങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ദശാംശം നൽകുക. എനിക്ക് IPCയോടോ ചർച്ച് ഓഫ് ഗോഡിനോടോ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയോടോ അസംബ്ലി ഓഫ് ഗോഡിനോടോ ഷാരോനോടോ ഒരു വെറുപ്പുമില്ല. സഭകളിൽ നിന്ന് ആഴത്തിൽ മുറിവേറ്റ 100 കണക്കിന് ആളുകൾ അവരുടെ അനുഭവങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എങ്ങനെ? നേതൃത്വത്തിൻ്റെ കപടമുഖം പൊതുജനം അറിയണം. മറ്റു സഭകളിലില്ലാത്ത വിശുദ്ധി പ്രസംഗിച്ച് പാവം മനുഷ്യരെ കൂട്ടത്തിൽ ചേർത്ത് ആദ്യം ഇവറ്റകൾ അർമാദിക്കും. സഭയുടെ എണ്ണം പെരുകുകയാണല്ലോ. സഭയിൽ ചേർന്ന് കഴിയുമ്പോഴാണ് വിശുദ്ധിയിലേക്കല്ല മാലിന്യക്കുഴിയിലേക്കാണ് ഇവറ്റകൾ പിടിച്ചു തള്ളിയതെന്നറിയുന്നത്. മലയാളത്തിലെ അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും സകല കൂട്ടക്ഷരങ്ങളും ചേർത്തുള്ള അസഭ്യ വിളികൾ തിരുമേശയ്ക്ക് മുൻപിൽ നിന്ന് മുഴക്കുവാൻ പെന്തക്കോസ്തവർക്കേ കഴിയൂ. അതിൻ്റെ തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തകർക്കുന്നുണ്ട്. കോടതികളിൽ കുമിഞ്ഞുകൂടുന്ന പെന്തോ കേസുകൾ, വിശ്വാസികളുടെ വീട്ടിൽ സന്ദർശനം എന്ന വ്യാജേന പീഡന ശ്രമം, ദ്രവ്യാഗ്രഹം, വിദേശ ഫണ്ട് അടിച്ചുമാറ്റൽ, ബ്ലാക്ക്മെയിൽ, ഇതിനെല്ലാം നടുവിൽ നിന്നിട്ട് അവർ വിളിച്ചു പറയും സ്വർണം ഉപേക്ഷിക്കണം, അത് പാപമാണത്രേ. കർത്തൃമേശ നടത്തും, അത് ഈ വിശുദ്ധന്മാരുടെ ദിവ്യ സംസർഗമാണത്രേ. എപ്പിസ്കോപ്പൽ ചർച്ചുകളെ പോലും അമ്പരപ്പിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ. IPC ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് മെത്രാൻ കക്ഷിയും ബാവ കക്ഷിയും തമ്മിലുള്ള പള്ളിപ്പോരിന് സമാനമാണ്. ഹോളുകൾക്ക് വേണ്ടി വൈകാതെ അടി തുടങ്ങും. സംഘബലമനുസരിച്ച് എണ്ണ കൂടുതലുള്ളവർ സഭ സ്വന്തമാക്കട്ടെ, എണ്ണത്തിൽ കുറവുള്ള ബലഹീനർ സഭ വിട്ട് പുറത്തു പോകട്ടെ. അങ്ങനെ പുതിയ സഭകൾക്ക് മൊണ്ണക്കുഞ്ഞാടുകൾ തുടക്കമിടും. പുതിയ പിളർപ്പുകൾ ഇനിയും ഉണ്ടാവട്ടെ. പാസ്റ്റർമാർ നിസ്സഹായരായി കരയട്ടെ. എന്തായാലും ദൈവം ചുട്ടരിച്ചില്ലെങ്കിൽ അടുത്ത ജനുവരി ആകുമ്പോഴേക്ക് കുമ്പനാട് ഹെബ്രോൻ മൈതാനത്തിൽ ഇത്തവണയും വിശുദ്ധ ഗുണ്ടകൾ വിളയാടും. അവറ്റകൾ പുറപ്പെടുവിക്കുന്ന അന്യഭാഷകളുടെ മാരക ശബ്ദം നാടിനെ മലിനമാക്കും. കേട്ടിരിക്കുന്ന ജനം വേറൊരാത്മാവുമായി വീടുകളിലേക്ക് മടങ്ങും. താങ്ക് യു ഫോർ വാച്ചിങ് മീ. വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.